വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാമല്ലേ നമുക്ക്. ഇന്ന് പല ട്വിസ്റ്റുകളും സംഭവിച്ചൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പം നമ്മളെ ബോർഡിൽ ഇവിടെയുണ്ട്, ഓരോരുത്തർ വിളിച്ച് ചോദിക്കുന്ന അന്വേഷിക്കുന്ന കാണാൻ വരുന്നെല്ലാം ഉണ്ട്. ആർക്കാണോ ഈ വീട് സ്ഥലം വിധിച്ചതെന്നറിയില്ല. അപ്പം ഞാനിതാ രാവിലെ എണീച്ച് പലരെല്ലാം തേച്ച് ഇങ്ങനെ നിൽക്കുവാന്ന്. കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ റിക്കൂട്ടനും എണീച്ചു. റിക്കൂട്ടൻ അമ്മ ചായ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും കഴിക്കാനിരുന്നിട്ടുണ്ട്. നല്ല നൂൽപുട്ടും മുട്ടക്കറിയായിരുന്നു കേട്ടോ. നിങ്ങൾ ആ മുട്ടേൻ്റെ വലിപ്പമൊന്ന് നോക്കിയാൽ നമ്മളെ ഇവിടെ അടുത്തുള്ള ശ്യാമളേച്ചിൻ്റെ വീട്ടിലുള്ള മുട്ടയാണ് കേട്ടോ. നല്ല വലിയ വലിയ മുട്ടകൾ, നാടൻ കോഴിൻ്റെ മുട്ടയാണ്. അപ്പോഴേക്ക് ചായയെല്ലാം കുടിച്ച് കഴിയുമ്പോൾ നോക്കുമ്പോൾ നല്ല മഴ കേട്ടോ. മഴ എന്നെല്ലാം പറഞ്ഞാൽ അതിഗംഭീര മഴ. നിങ്ങളുടെ നാട്ടിലെല്ലാം മഴയുണ്ടോ ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്നറിയാം. ഇവിടെ ഇപ്പം ഇങ്ങനെ ഒരു അരമണിക്കൂർ മഴ പെയ്യും നിൽക്കും, പിന്നെയും പെയ്യും നിൽക്കും, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങണ്ട വൈറ്റ് കളറിൽ നമ്മളെ വീട്ടിൽ കൃഷ്ണത്തൊട്ടിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം തലേന്ന് രാത്രി വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പോൾ കോലായിന്ന് ഇങ്ങനെ കണ്ടു കേട്ടോ. പക്ഷേ പോയി നോക്കി വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോഴും നല്ല മഴയായിരുന്നു. അച്ഛൻ പറഞ്ഞ് പോണ്ട, പിന്നെ എന്തെങ്കിലും ജീവിയെല്ലാം ഉണ്ടാകുമെന്നെല്ലാം പറഞ്ഞ് പേടിപ്പിച്ചവിടെ വെച്ച്. അപ്പോഴേക്കും എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിന്. നമ്മളെ N4Nൻ്റെ ഫേസ് സെറവും അതുപോലെ തന്നെ ഫേസ് ക്രീമും വന്നു കേട്ടോ. അതിപ്പോൾ എനിക്കിങ്ങനെ കൊളാബറേഷന് വന്നതാണ്. അപ്പോൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ റിസൾട്ട് പറയാം. അപ്പോൾ അതെല്ലാം പാക്കറ്റൊക്കെ പൊളിച്ച് നോക്കി വെച്ചു. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ കണ്ടൻറ്റൊക്കെ എഴുതുമ്പോഴേക്കുണ്ട് റിക്കൂട്ടം വന്നിട്ട് ഞാനും എഴുതട്ടെ എന്നും പറഞ്ഞ് വന്നിട്ട് അങ്ങനെ 0വും 1 ഇങ്ങനെ എഴുതി കളിക്കുവാന്ന്. അത് രണ്ടും മാത്രം റിക്കൂട്ടിന് അറിയാം. അതും അങ്ങനെ വൃത്തിയിൽ എന്നൊന്നും പറയാൻ പറ്റില്ല, ഓൻ്റേതായ രീതിയിൽ ഓൻ എഴുതും കേട്ടോ. അപ്പോൾ അമ്മ എനിക്കും റിക്കൂട്ടിനും ഇടയ്ക്ക് ഇങ്ങനെ ചുമ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പനിക്കൂർക്കലേൻ്റെ വെള്ളമില്ലേ, അതിങ്ങനെ ആക്കിയിട്ട് സ്പൂണിലാക്കിയിട്ട് തരുമായിരുന്നു. അപ്പം അങ്ങോട്ടേക്ക് അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. റിക്കൂട്ടിന് എഴുതുന്നതെല്ലാം കണ്ടാൽ വിചാരിക്കും എന്തോ കാര്യമായിട്ട് എസ്സിൽ എഴുതുന്നതെന്ന്. പക്ഷേ അവനിങ്ങനെ ജസ്റ്റ് വെറുതെ ഇങ്ങനെ പെണ്ണിനെ കൊണ്ട് ഇങ്ങനെ എഴുതി കളിക്കുവാന്ന് കേട്ടോ. ഞാൻ പിന്നെ അത് പ്രോത്സാഹിപ്പിക്കും. അപ്പോൾ ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ പോവുകയാണ്. എന്താ കാര്യം എന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ. ഒന്ന് സെറ്റായിട്ടാകുമ്പം പറയാം നിങ്ങളോട്. അപ്പോൾ തൽക്കാലം എല്ലാം പാക്ക് ചെയ്യാമെന്ന്. ചിലപ്പം കുറേ നാൾ നിൽക്കേണ്ടി വരും, അല്ലെ പെട്ടെന്ന് തന്നെ തിരിച്ചിങ്ങോട്ടേക്കും വരും. അപ്പം അങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ റിക്കൂട്ടനാണെങ്കിൽ ആ ക്രീം എടുത്ത് കളിക്കണം, അതിനെൻ്റെ പിന്നാലെ നടന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഒരു കട്ടർ ഉണ്ടായിനാട, അതെടുത്ത് കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞ് ഇത് വേണ്ടാന്ന് പറഞ്ഞ ഒരൊറ്റ എറി കേട്ടോ കട്ടിലേക്ക്. അതാണ് റിക്കൂട്ടൻ നേരത്തെ എറിഞ്ഞിട്ട് കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ഡ്രസ്സെല്ലാം എടുത്തേക്കുവാണ്. അപ്പോൾ ഈ ഒരു ബാഗ് കണ്ട, ഞാൻ പൊതുവെ നിന്നവിടെ കൊണ്ടുവന്ന ആ ഒരു ബാഗ് ചെറുങ്ങനെ കീറിയിട്ടുണ്ട്. അത് ഇനി അടിക്കാൻ കൊടുക്കണം, അതിനൊന്നും സമയമില്ല. ഇതിപ്പോൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ് അങ്ങോട്ടേക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ എല്ലാം ഇങ്ങനെ എടുത്ത് വെക്കുവാന്ന് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബാഗ് അമ്മയച്ഛനൊന്ന് മലപ്പുറത്ത് പോകുമ്പോൾ വാങ്ങിയതായിരുന്നു. അപ്പോൾ എൻ്റെ ബാഗ് കീറിയാൽ ഞാൻ എടുത്തേക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഈ ബാഗിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ അമ്മേനോട് പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ നീ പോകുമ്പോൾ എടുത്തോ, നമ്മളിപ്പോൾ ഒന്നും ഒന്നും പോകുന്നില്ലല്ലോ, പോകുമ്പോൾ എടുത്തോന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ഒരു ബാഗിൽ എല്ലാം വെക്കുവാന്ന്. ഞാൻ എനിക്കതിൽ കൊള്ളിക്കാൻ പറ്റുന്ന പരമാവധി സാധനം അതിൽ കൊള്ളിക്കുന്നുണ്ട് കേട്ടോ. എപ്പം മുമ്പ് ഒരു 100 കെട്ടെടുത്തിട്ടേ പോകുക. അങ്ങനെ നമ്മളെ ചങ്ങായി ഇതിൻ്റെ മുകളിൽ കട്ടിലിൽ വെച്ച് നമ്മൾ ട്രൈപ്പോഡിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി താഴെയിട്ട് അങ്ങനെ പിന്നെ അതെടുത്ത് വെച്ചു. അങ്ങനെ പിന്നെ ക്യാമറേൻ്റെ പൊസിഷനെല്ലാം കുറച്ച് ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചു. കുറേ ഡ്രസ്സുകളെല്ലാം എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ചിലപ്പം കുറേ ദിവസം നിൽക്കും, അല്ലെ പെട്ടെന്ന് തിരിച്ചു വരും, അങ്ങനെയാണ്. അതുകൊണ്ട് കുറച്ചധികം ഡ്രസ്സ് എടുത്തിട്ടാണ് ഇപ്രാവശ്യം പോകുന്നത് കേട്ടോ. റിക്കൂട്ടന് യാതൊരു ഐഡിയ ഇല്ല നമ്മൾ പോകുന്നുണ്ടോ ഇല്ല എന്നല്ല. അപ്പം ഞാൻ അവനോട് പറയുന്നതിനൊന്നും വലിയ മൈൻഡൊന്നും ആക്കുന്നില്ല കേട്ടോ. മിക്കവാറും നാളെ അച്ഛനും അമ്മയും വന്നിട്ട് റിക്കൂട്ടൻ വണ്ടറടിക്കും, അതെന്തായാലും ഉറപ്പാണേ. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ തുണിയെല്ലാം എനിക്ക് അവിടെ കൊടുക്കാനുള്ളതാണ്. പിന്നെ സാരി നമ്മളെ മേമ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേമക്കും വേണ്ടിയിട്ട് അങ്ങനെ മാറ്റി വെച്ചതാണ്. അപ്പോൾ അതൊക്കെ കൂടി വേറൊരു കവറിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യ ബാഗിലുണ്ടായിരുന്ന എൻ്റെ മറ്റേ ബാഗിലുണ്ടായിരുന്ന സാധനമെല്ലാം വേറെ അലമാരയിൽ വെക്കാനുള്ളതുണ്ട്. പിന്നെ റിക്കൂട്ടൻ്റെ ഡ്രസ്സും എല്ലാം എടുത്ത് വെക്കുവാണ്.
അങ്ങനെ ആ ബാഗ് നിറച്ച് വെച്ച് ഇനി അടുത്തത് റിക്കൂട്ടൻ്റെ കൊട്ട പാക്കിങ്ങാണ് കേട്ടോ. ഇതിലിപ്പം കുറേ ഡ്രസ്സൊന്നും റിക്കൂട്ടിന് ഇടുന്നൊന്നുമില്ല. അവനോട് ഇടുമ്പം പറ അത് വേണ്ട, കല്യാണത്തിന് മുമ്പ് ഇടുന്നത് മതി. ഞാൻ എന്ത് ചെയ്യാനോ എങ്ങനെയല്ലോ പുറത്താന്ന് ഡ്രസ്സെല്ലാം ഉടിപ്പിക്കല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാം എടുക്കുന്നുണ്ട്. ഇപ്പം കല്യാണത്തിന് മുമ്പ് ഇടുന്ന ഡ്രസ്സ് അവന് വീട്ടിൽ നിന്ന് ഇടാൻ കൊടുക്കാൻ പറ്റില്ലല്ലോ. കരഞ്ഞ് നിൽക്കും കേട്ടോ. അതാണ് റിക്കൂട്ടൻ. ഞാനിതെല്ലാം ചെയ്യുന്നതിൻ്റെ നടുക്ക് റിക്കൂട്ടൻ അവിടെ കാർട്ടൂൺ കാണുന്നുണ്ട്. അതിൻ്റെ നടുക്കാൻ അവൻ്റെ ബുള്ളറ്റ് വണ്ടി എടുത്ത് ഓടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മളെ തുണിക്കെട്ടും കൊണ്ട് പോകണമല്ലോ. ഈ ബിസിനസ് ചെയ്യുമ്പോൾ ഇതാണ്, കെട്ടും കൊണ്ട് അങ്ങോട്ട് പോകണം, അതേപോലെ ഇങ്ങോട്ട് വരണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുറേ അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് അവിടുന്ന് കുറേ എനിക്ക് സാധനങ്ങൾ പോയിട്ടുണ്ടായിന് കേട്ടോ. അതുകൊണ്ട് ഇനി ഇപ്രാവശ്യം എടുക്കുന്നുണ്ട്. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അങ്ങനെ എല്ലാം എടുത്തിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മളെ കൊറിയർ കവറ് കാര്യങ്ങൾ എല്ലാം കൂടി ഈ 2 കവറിലാക്കാമെന്ന് വിചാരിച്ചു, 2 ബാഗിലാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെ കവറിൽ വെക്കണ്ടല്ലോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 1 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു പൊടിയാണ്, നമ്മളെ എന്താ അതിൻ്റെ പേര് പറയുക, ബദാം, അണ്ടിപ്പരിപ്പ്, അവിൽ, എള്ളെല്ലാം ഇട്ടിട്ട് പൊടിച്ചിട്ടൊരു പൊടി കേട്ടോ. ജസ്റ്റ് ഇത് തടി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ അച്ഛൻ പണിക്ക് പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് റിക്കോർഡിന് ഇതാ വണ്ടി എടുത്തിട്ട് അങ്ങോട്ട് പറക്കുന്നു, അതേപോലെ ഇങ്ങോട്ടും പറക്കുന്നു. ഇവൻ്റെ ഈ പോക്ക് കണ്ട പേടിയാവും കേട്ടോ. ഭയങ്കര സ്പീഡിലാണ് റിക്കോർഡിന് ഇത് ഓടിക്കുന്നത്. പിന്നെ അവൻ പറയുന്ന പോലെ നിൽക്കുന്നൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ റിക്കോർഡിനോട് ഞാൻ പറഞ്ഞു നമുക്ക് ചുഴലി പോകുമ്പോൾ ഇതെടുക്കാം, മഴയല്ല അപ്പോൾ ഈ പുറത്തുനിന്ന് കളിക്കാണ്ടിരിക്കും ഭാഗത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ വെച്ചിട്ട് കളിക്കാം. പിന്നെ ചങ്ങായി ഇതാ വെടിവെക്ക് വന്നു കേട്ടോ. തോക്കെടുത്തിട്ട് തന്നെ ഞാനത് പൊടി തിന്നല്ലോ. അപ്പം എന്നോട് വേഗം തിന്നോ അല്ലെങ്കിൽ ഞാൻ വെടിവെക്കും, തോക്ക് വെക്കും എന്നെല്ലാം പറയുന്നുണ്ട്. ഇതിനകത്ത് നിന്നുണ്ട് സ്റ്റോറി സാറേ. അങ്ങനെ തൂക്കുവെക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ റിക്കൂട്ടിന് ചോറ് കൊടുക്കുവാന്ന് കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഇവൻ ചോറ് തിന്നോ എന്നുള്ളത്. കാരണം ഇപ്പം ചോറ് തിന്നാൻ റിക്കൂട്ടൻ ഭയങ്കര മടിയാണ് കേട്ടോ. മീൻ പൊരിച്ചതുണ്ടെങ്കിൽ അത് മാത്രം വേണമെന്നാണ് ചങ്ങായിൻ്റെ ഒരു നിലപാട്. അങ്ങനെ ഇതന്നെ ആദ്യത്തെ കൊല്ലം കൊടുക്കുമ്പോൾ നല്ല കുശിയിൽ വാങ്ങിയിട്ട് വായിലിടും, പക്ഷേ പിന്നെയൊന്നും തിന്നൂല കേട്ടോ. അപ്പോൾ അങ്ങനെ മുള്ളെല്ലാം എടുത്ത് മാറ്റി. ഇന്ന് നമുക്ക് എന്തെങ്കിലും പുയ്യാപ്ല അതായിരുന്നു കേട്ടോ മീൻ. പല സ്ഥലത്തും പല പേരാന്ന് തോന്നും, കിളിമീൻ എന്നെല്ലാം കേട്ടിട്ടുണ്ട്. ഇതിനെല്ലാം കിളിമീൻ എന്നാണ് പറയൽ, നമ്മളിങ്ങോട്ട് പുയ്യാപ്ല പറയും. റിക്കൂട്ടൻ ആദ്യത്തെ കൊടുക്കല് നല്ലോണം തിന്ന്. അപ്പം എനിക്ക് സമാധാനമായി. ഇങ്ങനെ എന്തെങ്കിലും ഡയലോഗെല്ലാം അടിച്ചാലും അവൻ്റെ വായി പോകും, പക്ഷേ ചില സമയത്തും വായി തുറക്കുകയില്ല കേട്ടോ. റിക്കൂട്ടൻ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് കാർട്ടൂണാണ്, അതാണ് കേട്ടോ ഇങ്ങനെ നോക്കുന്നത്. അപ്പോൾ അതും കണ്ടുകൊണ്ടാണ് ഇപ്പം ചോറും ചായ എല്ലാം കുടിക്കൽ. ഇവൻ രാവിലെ എണീച്ചാൽ വരെ അവൻ അന്നേരം പറയൽ മമ്മി TV വെക്കുമോ, അമ്മ പൂജ TV വെക്കുമോ എന്നെല്ലാമാണ് കേട്ടോ. രാവിലെ പിന്നെ ഞാൻ ലാപ്ടോപ്പല്ല അതെടുത്തിട്ട് ബാഗിലാക്കിയിട്ട് അത് ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് ഇതുപോലെ ചായ കുടിക്കുമ്പം ഇടയ്ക്കൊന്ന് ഓണാക്കിയിട്ട് കാണിച്ചു കൊടുക്കും. പിന്നെ കുറച്ച് സമയം കണ്ട് ഓഫാക്കും, പിന്നെ കളിക്കും, പിന്നെ ഈ ചോറ് തിന്നാനാകുമ്പോൾ പിന്നെ എടുക്കും. അങ്ങനെ ഒരു ഇതിലങ്ങനെ പോകുന്നുണ്ട്. ഇനി എന്താണെന്ന് അറിയില്ല കേട്ടോ.
അങ്ങനെ റിക്കുൻ്റെ അടവെടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അത് വേണം, ഇത് വേണം, മറ്റേത് വേണം എന്നെല്ലാം പറ്റും. അപ്പോൾ അത് നമ്മളെ ഇളവനില്ലാത്തായിരുന്നു. അപ്പോൾ അത് ഇത്തിരി ചൂടുണ്ട്, അതങ്ങനെ വായിലിട്ട് കൊടുത്താൽ ഓനത് തുപ്പും. അപ്പോൾ എനിക്ക് തന്നെ എടുക്കുമ്പോൾ പൊള്ളുന്നുണ്ടായിന്. അങ്ങനെ ഞാൻ പറഞ്ഞാൽ അത് പിന്നെ ഇപ്പം തൽക്കാലം ഇത് മീനും കൂട്ടി തിന്നെല്ലാം പറ്റ് കൊടുക്കുന്നത് തിന്നുന്നേ ഇല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു ഞാൻ കാർട്ടൂൺ ഓഫാക്കും എന്നെല്ലാം പറഞ്ഞ് ഒരു വിധത്തിലും ഓൻ വായിൽ വെക്കുന്നില്ല കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ എന്തിനാ ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ എന്നോടത് വേണ്ട എന്ന് പറഞ്ഞ് ഗുസ്തി കഴിയുന്നിട്ട് നടുക്ക് കാർട്ടൂണിൻ്റെ അകത്ത് ഏതോ ഒരാളിങ്ങനെ വരുന്ന സമയത്ത് ഇപ്പം അന്നേരം ഹലോ ഹായ് എന്ന് പറയും. അപ്പോൾ ഈ കാർട്ടൂൺ എന്നോട് അടിയുണ്ടാക്കുന്നതിൻ്റെ നടുക്ക് ഹലോ ഹായ് എന്നിട്ട് പിന്നെയും പറയാൻ തുടങ്ങി മീൻ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കേട്ടിട്ട് അമ്മ അടുക്കളയിൽ നിന്ന് വന്ന് അപ്പം ഞാനും അത് എക്സ്പ്ലെയിൻ ചെയ്ത് ചിരിക്കുവാന്ന് കേട്ടോ. അപ്പം ഇതിപ്പോൾ എന്താ എൻ്റെ ഓൺ വോയിസ് വെക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർട്ടൂണും ഇല്ല, അപ്പം അതിൻ്റെ സൗണ്ടും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം യൂട്യൂബിലത് പ്രശ്നമാകും, അതുകൊണ്ടാണ് വെക്കാത്തത് കേട്ടോ. അങ്ങനെ പിന്നെ അമ്മ എന്നോട് പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, നീ ചോറ് തന്നോ, ഓന് ഞാൻ കൊടുത്തോളാം, പിന്നെ എന്തായാലും മുള്ളു പോക്കിയിട്ട് ആദ്യം മീൻ മാത്രം പിന്നെ ചോറ് മാത്രമല്ലാണോ തിന്നുന്നത്, അന്നേരം പിന്നെ കുറേ സമയമാകും, ഇപ്പം തന്നെ 2 മണിയായിട്ടായിന്, പിന്നെ നീ തിന്നോ, ഓന് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്ത് മീനെല്ലാം അവിടെ നുള്ളിയിട്ട് മുള്ളുകളെന്നിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത്. അങ്ങനെ പിന്നെ അമ്മ റിക്കൂട്ടന് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ചോറ് എടുത്തിട്ടിരിക്കുന്നുണ്ട്, അച്ഛനും ചോറ് കഴിക്കുന്നുണ്ട്. അപ്പം ഇന്ന് പുയ്യാപ്പിളക്കറി, പുയ്യാപ്പിള പൊരിച്ചത്, പിന്നെ നമ്മളെ ഇളവനും ചക്കക്കുരും കറിയും കേട്ടോ. അങ്ങനെ ചോറെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ റിക്കൂട്ടനെ ഉറക്കുവാന്ന്. ഉറങ്ങിക്കഴിഞ്ഞ് കേട്ടോ. പാവം തോന്നി ഇങ്ങനെ കിടക്കുന്നപ്പോൾ. അങ്ങനെ പിന്നെ ഞാൻ എണീച്ച് അമ്മേൻ്റെ കുറച്ച് വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കാണ് നമ്മൾ റിക്കൂട്ടൻ ഇങ്ങനെ എണീച്ചിട്ട് വരുന്നത് കേട്ടോ. എണീച്ച് നിന്നിട്ട് എന്തല്ലോ ഡയലോഗ് പറയാന്ന്. കുടുംബോയല്ലേ അതാ പോന്നു പൂച്ച. പൂച്ചനെ വണ്ടി കുത്തൂല, സൈഡിലേക്ക് കൂടിയല്ലേ പോന്നു, ഷാരുല്ല. പിന്നെ ഇതാ റിക്കൂട്ടിനെ കുളിച്ച് കുട്ടപ്പനാക്കി സുന്ദരനാക്കി അച്ഛനെ വെച്ചിട്ട് കടയിൽ പോകാമെന്ന് കേട്ടോ. എന്തോ ഒരു പപ്സ് തിന്നാൻ പൂതിയായി. അന്നേരം അച്ഛനോട് പറഞ്ഞാലും വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ടാളും കൂടി പോകുകയെന്ന് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ താഴേക്കൊരു കടയുണ്ട്, റിക്കോർഡിന് അധികം അവിടെ പോയിട്ട് ഇങ്ങനെ മുട്ടായിരം വാങ്ങുന്നതാണ്. അപ്പോൾ ഓൻ വിചാരിച്ച് അവിടെയാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറ്റാ അച്ഛനെ പിടിച്ച് വലിക്കുവാന്ന് കേട്ടോ. പക്ഷേ പോകാനുള്ളത് മുകളിലേക്കാണ്. അങ്ങനെ കുറച്ച് സമയം അവരവിടെ സ്റ്റക്കായി നിന്ന്, പിന്നെ ഒരു ഓട്ടോ എല്ലാം വന്നതിന് ശേഷമാണ് കേട്ടോ പോയത്. റിക്കൂട്ടൻ തീരെ നിൽക്കുന്നുണ്ടായിട്ടില്ല. എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് ചിരി വന്നിട്ട് അങ്ങനെ അവർ പോയിട്ടെല്ലാം വന്നു. എന്നപ്പോൾ റിക്കൂട്ടൻ തന്നെ പാട്ടിയെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അല്ലാനാ മതി, ഇവിടെ തിന്നിട്ട് മതി. താങ്കോ. അങ്ങനെ പിന്നെ ഞാൻ എന്താ കുളിച്ചെല്ലാം വന്നിട്ടുണ്ട്. എന്നിട്ട് റിക്കൂട്ടൻ തന്നെ നമ്മൾ പാട്ടി കഴിക്കുവാന്ന് കേട്ടോ. അത് കുറേ ഉള്ളതുകൊണ്ടാണ് ഓൻ തന്നത്, അല്ലേ ഓൻ തരാനൊന്നും മടിക്കും. പിന്നെ ഞാൻ നമ്മളെ ആ കൊളാബ് കിട്ടിയാണ്ടല്ലോ N4 എന്ന് പറഞ്ഞിട്ട്, എന്തായിരുന്നു N4 നേച്ചർ ഫോർ നേച്ചർ എന്ന് പറഞ്ഞിട്ടൊരു കമ്പനീൻ്റെതാണ് കേട്ടോ. ഇത് ഫേസറാണ്. അപ്പം യൂസ് ചെയ്തിട്ട് ഞാൻ റിസൾട്ട് പറയാം. തുറക്കുമ്പോൾ തന്നെ എല്ലാ സാധനങ്ങളും താഴെ പോകുന്നുണ്ട്. ഇതെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി വെക്കട്ടെ, എന്നിട്ട് ഞാൻ യൂസ് ചെയ്യാമെന്ന് കേട്ടോ. ജസ്റ്റ് കുറച്ച് ഡ്രോപ്പ് എടുക്കുക, എന്നിട്ട് ഇതാ ഫേസിലിങ്ങനെ ആക്കുക. ഫേസിലാക്കിയതിന് ശേഷം എന്താ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മളിങ്ങനെ ഇങ്ങനെ ഉരക്കൊന്നും വേണ്ട, ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ തന്നെ ഞാൻ ഡയറക്റ്റ് സെല്ലിങ് ചെയ്തെന്ന് പറ്റില്ല. അപ്പം നമുക്ക് ആ മാഗ്നസൈൻ്റെ അതിൽ നമുക്ക് ഫേസറും ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ട്രെയിനിങ് ഉണ്ടാകും. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു തന്നതാണ് ഈ സംഭവം. അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ഇങ്ങനെ ആക്കി വെക്കുക കേട്ടോ. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇത് പകലും യൂസ് ചെയ്യുക, അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്നതിൻ്റെ മുന്നേ ആയാലും യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ അടുത്ത വന്നിട്ട് ഈ ഒരു ഫേസ് ക്രീമാണ്. അതിൻ്റെ പുറത്ത് നമുക്ക് ഫേസ് ക്രീം തേക്കാം. ഇനി മോയ്സ്ചറൈസർ ആണെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ മോയ്സ്ചറൈസർ കഴിയാറായിട്ടുണ്ട്. ഞാൻ നിവ്യേൻ്റെ ആണ് യൂസ് ചെയ്യൽ. അപ്പം അത് കഴിയാറായിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാനിതാ നമ്മളെ ഈ ഫേസ് ക്രീമും കൂടി തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ഒരു ഗ്ലോ കിട്ടുമല്ലോ നമുക്ക്, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ പിന്നെ എന്താ പിന്നെ നമ്മൾ അച്ഛൻ കൊണ്ട് വന്ന പപ്സ് കഴിക്കാമെന്ന്. നല്ല അടിപൊളി ചിക്കൻ പപ്സ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ചിക്കൻ്റെ നല്ല ചൂടാക്കാണ്ടില്ല, ഫ്രഷ് സാധനമാണ് കേട്ടോ. അങ്ങനെ അത് കഴിക്കാനിരുന്നിട്ടുണ്ട്. ഇപ്പം ടിക്കൂട്ടൻ്റെ അവിടെ നിന്ന് ആ നബാട്ടിയെല്ലാം കഴിച്ചുകൊണ്ട് ഞാൻ ഈ സന്തോഷത്തിൽ വണ്ടിയെല്ലാം ഓടിച്ചിട്ട് ഇങ്ങനെ കളിക്കുമെന്ന് കേട്ടോ. നിങ്ങളെല്ലാവരും ഇങ്ങനെ പപ്സ് കഴിക്കില്ല, അപ്പാട് കടിച്ചു തിന്നല്ല ഇതുപോലെ അതിൻ്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻ നടത്തിയിട്ട് കഴിക്കാം. ഞാൻ ആദ്യം കുറച്ച് ചിക്കൻ പീസ് എടുത്ത് തിന്ന്, പിന്നെ അതിൻ്റെ മുകളിലത്തെ സംഭവം പൊളിച്ച് തിന്ന്, പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ എടുത്ത് തിന്ന് കേട്ടോ. അങ്ങനെ റിക്കൂട്ടിന് കൊടുത്തിട്ട് വെക്കുന്നവരെ അവന് ഭയങ്കര പുച്ഛം. പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല, ഞാനങ്ങോട്ടേക്ക് കഴിച്ചു തുടങ്ങി. അങ്ങനെ പിന്നെ റിക്കൂട്ടിൻ്റെ കാർട്ടൂണും കണ്ടിരിക്കുന്നുണ്ട്, ഡ്രസ്സെല്ലാം മാറ്റിയിട്ട്. അപ്പോഴേക്ക് നമ്മളെ കൊറിയർ വന്നു കേട്ടോ. എനിക്ക് സന്തോഷമായി. എന്ന് വെച്ചാൽ പാക്കിങ് അല്ല ചുരിദാർ മെറ്റീരിയലുകളാണ് വന്നിട്ടുള്ളത്. നമ്മളെ ബാട്ടിക് പ്രിൻ്റ് അല്ലാത്തതുണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാട്ടിക് പ്രിൻ്റ് അല്ലാത്ത ചുരിദാർ മെറ്റീരിയൽസാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. അപ്പോൾ ഇത് വന്നിട്ട് ഗുജറാത്തിൽ നിന്നാണ് കേട്ടോ ഞാൻ വരുത്തിക്കുന്നത്. അപ്പോൾ സന്തോഷമായി എന്ന് പറയാൻ കാരണം ഇനി എനിക്ക് തിരക്കായിരിക്കും. കാരണം ഇതിൻ്റെ ഫോട്ടോ ഇടൽ, വീഡിയോ എടുക്കൽ, അങ്ങനെയായിട്ട് നല്ല തിരക്കായിരിക്കും. അപ്പോൾ എനിക്ക് ആ തിരക്ക് വരുന്നതാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ. അങ്ങനെ റിക്കോർഡൊക്കെ കൊണ്ടാണ് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് ഇപ്രാവശ്യം. അങ്ങനെ പിന്നെ ഇതിപ്പോൾ ഇന്ന് കിട്ടുവാണെങ്കിൽ എനിക്ക് ഇന്ന് തന്നെ പാക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, കാരണം കിട്ടിയ ഓർഡറുകൾ ഉണ്ട് ഇതിൽ, അപ്പം നാളെ തന്നെ അയക്കാമല്ലോ. ഇവിടെ എന്തായാലും എനിക്ക് കതിരൂർ പോകണം, എന്നിട്ട് വേണം ആടാച്ചൊല്ലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അച്ഛനമ്മ ഉച്ചയ്ക്ക് ശേഷം കൂട്ടാൻ വരുന്നതാണ് പറഞ്ഞത്. അങ്ങനെ പാക്കൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നിട്ട് ഞാൻ തുറന്നു നോക്കുമ്പം ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ പകുതി സാധനമേ അതിൽ കാണുന്നുള്ളൂ. ഞാൻ അയ്യോ എന്നായിപ്പോയി കേട്ടോ. കാരണം കോട്ടൺ മെറ്റീരിയൽസ് വന്നിട്ടില്ല, പകരം നമ്മളെ സിന്തറ്റിക്കിൻ്റെതാണ് വന്നിട്ടുള്ളത്. അതായത് പോളിസ്റ്ററില്ലേ, അതാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. കോട്ടൻ്റെത് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് കാണുന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ എണ്ണുവാണ്, ഇത് 11 എണ്ണമല്ലേ ഉള്ളൂ. ഞാൻ ടോട്ടൽ 30-40 പീസിൻ്റെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ പകുതിയും വന്നിട്ടില്ല എന്ന്. അങ്ങനെ പിന്നെ ടെൻഷനായി അവർക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ അത് പുതിയ കെട്ടിൽ വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അങ്ങനെ കുറേ സമയം അങ്ങോട്ടേക്ക് പോയി. പിന്നെ എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചു കൊടുത്തു, ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്ന്. റിക്കോർഡ് കുറച്ച് സമയം ഇങ്ങനെ ഫോൺ നോക്കി നിൽക്കുന്നുണ്ട്. പിന്നെ ചോറും കറിയെല്ലാം രാത്രിക്ക് കഴിച്ചു. റിക്കോർഡിന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാന്ന് കേട്ടോ. പിന്നെ ഞാൻ റിക്കോർഡും കൊണ്ട് ഒളിച്ച് കളിക്കുവാന്ന്. റിക്കോർഡിന് ഭയങ്കര ഇഷ്ടമാണ് ഒളിച്ച് കളിക്കാൻ. പിന്നെ റിക്കു അവൻ്റെ ബുള്ളറ്റിൽ പോകാൻ തുടങ്ങി കേട്ടോ. രാത്രിക്കാണ് കുട്ടിക്ക് എനർജി കൂടുന്നത്. അപ്പോഴേക്കൊരു പൂമ്പാറ്റ വന്നിരുന്നു. പൂജ അത് നോക്കുമെന്ന് പറഞ്ഞ് കുറച്ച് സമയം അതിൻ്റെ ഒന്നിച്ചിട്ടെല്ലാം കളിച്ചു കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാണ് ഞാൻ നമ്മളെ മെറ്റീരിയൽസ് കണ്ണിലുടക്കിയത്. അപ്പം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോസൊക്കെ കാണിച്ചു തരാം. അപ്പോൾ ആർക്കെങ്കിലും ഓർഡർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ താടിക്കൈ കൊടുത്തിരിക്കുന്നതെന്നല്ലേ, നമ്മളെ കോട്ടൺ മെറ്റീരിയൽസ് വരാത്തതുകൊണ്ടാണ് കേട്ടോ. ഇനി അത് അയക്കണം ഇതാക്കണം അങ്ങനെ എന്തെല്ലോ ടെൻഷൻ ഇങ്ങനെ കുത്തിയിരിക്കുവാന്ന്, എന്തെല്ലോ ചിന്തിക്കുവാന്ന് ആലോചിക്കുവാന്ന്. അങ്ങനെ കുറച്ച് സമയം ഇരുന്ന് കേട്ടോ. തലയിൽ കുടുമിയെല്ലാം കെട്ടി സത്യം പറഞ്ഞാൽ ഉറങ്ങാനുള്ള പുറപ്പാടാണ്. പക്ഷേ നമ്മളെ റിക്കൂട്ടിന് ഉറങ്ങാത്തതുകൊണ്ട് ഇങ്ങനെ ഓനെയും വെയിറ്റ് ചെയ്ത് നിൽക്കുവാന്ന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ പുതിയ മെറ്റീരിയലുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഇത്രയും നല്ല അടിപൊളി കളക്ഷൻസാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ള മെസ്സേജ് ചെയ്യുക. ഈ ഒരു പീസ് പോയതാണ് കേട്ടോ, ഞാൻ അബദ്ധത്തിൽ അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ്. നല്ല നല്ല പ്രിൻറ്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല നമ്മളെ പണ്ടത്തെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, എല്ലാ കാലവും നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു മെറ്റീരിയൽ അല്ലേ ഈ പോളിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളൊരു മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ നമ്മളെ ചാനലൊന്ന് റീച്ചിലേക്ക് എത്തൂ. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.